آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه وما صليناه هدية منا أولا إلى حضرة نبينا وسيدنا وشفينا وهادينا المصطفى محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة ودرجة الرفية العالية الشريفة وبعثه مقام محمودا يغبطه فيه الأولون والآخرون حتى نرى نبينا محمدا صلى الله عليه وسلم مشفعا مشرفا مكرما مقربا معلما مبجلا مقبولا مغذولا مرضيا بحضرة القدس عند مليكه المقتدر. ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരതയുടെ കുറ്റം, ഇസ്ലാമിൻ്റെ പേരിൽ മതവിദ്വേഷത്തിൻ്റെ കുറ്റമൊക്കെ ചാർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ഉദാത്തമായ മൂല്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ കൂടുതൽ ശക്തിപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ധാരാളം സദസ്സുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലായിടത്തും ഇസ്ലാം നിൽക്കുന്നത് സൗഹാർദ്ദത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. ചിലരൊക്കെ അങ്ങ് പറഞ്ഞിട്ട് ഒരു പരിധിവരെ തെറ്റായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങളും ശരിയാണ് എന്നുള്ള നിലയിലടക്കം പറഞ്ഞു. ആ അറ്റം വരെ പോകാനും ചില ആളുകൾ ഇന്ന് താല്പര്യം കാണിക്കുന്നുണ്ട്. അത് ശരിയല്ല. എല്ലാ മതങ്ങളും സത്യമല്ല. സത്യമായ മതം ഇസ്ലാം മാത്രമാണ്. അത് പറയാനുള്ള ധൈര്യവും തൻ്റെയോടും കാണിക്കേണ്ടതും ആവശ്യമാണ്. എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തണം. മനുഷ്യവർഗത്തെ ആകെ യോജിപ്പിച്ച് നിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും ബാധ്യതയാണ്. അത് മുസൽമാൻ്റെ ഉത്തരവാദിത്തമാണ്. ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, വേറെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവർക്കെല്ലാം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് പോലും നൽകിയിട്ടുള്ള അവകാശാധികാരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് അവർക്കെല്ലാം തന്നെ നന്മ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അതേസമയത്ത് മത സത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ എല്ലാ മതം ഏതായാലും വേണ്ടിയില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെയുള്ള വാക്കുകൾ ധാരാളമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. അങ്ങനെയല്ല. മനുഷ്യൻ നന്നാവണമെന്ന കാര്യം ശരിയാണ്. മതം ഏതായാലും വേണ്ടിയില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്ന സിദ്ധാന്തം തെറ്റാണ്. ശരിയായ മതം ഇസ്ലാം മാത്രമാണ്, സത്യദീൻ ഇസ്ലാം മാത്രമാണ് എന്ന് അതിൻ്റെ കൂടെ പറയാനും മടിക്കരുത്. അതല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ തന്നെ അത് തെറ്റായി പോകുമെന്നാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ സമുദായ സൗഹാർദ്ദത്തിന് കാര്യം ഞാൻ ഇന്നലെയും മിനിയാന്നും ഒക്കെ തന്നെ ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുകയുണ്ടായി. റമദാൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും ഓണത്തിന് വേണ്ടിയുള്ള ഭക്ഷണവും ഒരുമിച്ച് വിതരണം ചെയ്ത എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായി. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ നാമധേയത്തിൽ കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം തിരൂർ കടപ്പുറത്ത് പോയ സന്ദർഭത്തിൽ അവിടെ വന്നതിലധിക പേരും മുസ്ലിം സഹോദരന്മാരായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ ബിസ്മില്ലാഹി അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. രണ്ട് കാര്യമാണ് പ്രധാനമായി ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഈ ഭൂമിയും നമ്മുടെ ഈ പ്രകൃതിയുമൊക്കെ നമ്മുടെ മടിത്തട്ടാണ്, നമ്മുടെ തൊട്ടിലാണ്. തൊട്ടിലിട്ടാട്ടാണ് അള്ളാഹു തആല നമ്മെ ഈ ഭൂമിയിൽ തൊട്ടിൽ തന്നെ പറഞ്ഞത്. ആട്ടുക എന്ന് പറഞ്ഞത് അർത്ഥവത്താന്ന് എനിക്ക് തോന്നുന്നത്.
കാരണം ആടുന്ന ഒരു തൊട്ടിലാണ് സത്യത്തിൽ ഭൂമി. അതിങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ ആടിക്കളിച്ച് ഇങ്ങനെ പോവുക. അവർ തൊട്ടിലിട്ട് അള്ളാഹു തആല നമ്മളെ ഈ ഭൂമിയിൽ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേക്കുറിച്ചൊരു ഗൗരവമായ ചർച്ചയും പഠനവും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിലിവിടെ ഒരുപാട് സാധനങ്ങൾ ഇല്ലാതെയാവാൻ പോവുക, പലതും ഇവിടെ ഇല്ലാതെയാവാൻ പോവുക. അതുകൊണ്ട് അടുത്ത തലമുറയെക്കുറിച്ചും അടുത്ത ഭൂമിയിലെ ജനങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ ആലോചിക്കണ്ടേ? അടുത്ത ജനതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ബാധ്യതയാണ്. അപ്പം നമ്മൾ ഇത് ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അതൊന്നും ഞാനെന്നെ അറിയില്ല, ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ശാസ്ത്രങ്ങൾ മുഴുവനും സംസ്കരിച്ചുണ്ടായത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഖുർആന്റെ അനുയായികൾ ഞങ്ങളിത് അറിയൂല, ഞാനിത് അറിയൂല അങ്ങനെ പറയാൻ പറ്റൂല. ഖുർആനിൽ ഈ ഭൂമിയിൽ നടക്കുന്ന പല കാര്യത്തെക്കാൾ കൂടുതലും, പല ഇബാദത്തിനേക്കാൾ കൂടുതലും എണ്ണി പറഞ്ഞത് ആസ്ട്രോണമിയാണ്. സൂര്യൻ, ചന്ദ്രൻ, പോക്ക്, വരവ്, എന്തൊക്കെയാണ് പറയുന്നത്. ഒരു നിസ്കാരക്കണക്ക് പ്രത്യക്ഷത്തിൽ യാസീനില്ല. അതാണല്ലോ ഖൽബുൽ ഖുർആൻ. ഖുർആന്റെ ഹൃദയമാണ് യാസീൻ. ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആനി, സൂറത്ത് യാസീൻ എന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു സാധനത്തിന് ഹൃദയമുണ്ട്, ഖുർആന്റെ ഹൃദയം യാസീൻ. എന്നിട്ട് ഒരു നിസ്കാര കണക്ക് അതിൽ പ്രത്യക്ഷത്തിൽ കാണില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ നിന്നപ്പോൾ ഷാഫിമാമനെ പോലത്തെ ഒരാൾ നോക്കിയാൽ കണ്ടൂല എന്നില്ല. ഒരു സക്കാത്തിന്റെ കണക്കോ മറ്റോ അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും അതിൽ പറയും. നോമ്പിന്റെ കണക്കൊന്നുമില്ല, ഇബാദത്ത് ഹജ്ജിന്റെ കണക്കൊന്നുമില്ല. എന്നാൽ ആസ്ട്രോണമി ഇങ്ങോട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സ്വയം ചലിക്കുക, പിന്നെ ഒരു വലിയ അതിർത്തിയെ നീന്തി കിടക്കുകയും ചെയ്യാം. രണ്ട് നിലക്ക് ചലിക്കുക. ഒന്ന് സ്വയമായി തന്നെ തൻ്റെ വൃത്തത്തിൽ ചലിക്കുക, രണ്ടാമത്തത് സ്പേസ് ഇങ്ങനെ വിട്ടുകിടക്കുക. വക്കുല്ലും ഫീ ഫലക്കി യസ്ബഹൂന, ചലനമില്ലാത്ത ഒന്നുമില്ല. ചലനം എന്നുമല്ല, സബ്ഹ എന്ന വാക്കാണ് എനിക്ക് കൊണ്ടുവന്നത്. നീന്താണെന്ന് അർത്ഥം. ഇങ്ങനെ എല്ലാം നീണ്ടിക്കൊണ്ടിരിക്കുക, ഒരു ഗോളം, എല്ലാം ചലനമില്ലാത്ത ഒന്നുമില്ല, എല്ലാം ചലനാത്മകമാണ്. ചലനമില്ലാത്തത് അള്ളാഹുവാണ്. അവൻ ചലനവുമില്ല, നിശ്ചലനവുമില്ല. അത് രണ്ടും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യമല്ലാത്തത് കൊണ്ടാണ്. അതൊക്കെ പിന്നീട് വിശദമായി പഠിക്കാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ഒരു സമുദായത്തിൽ നിന്നാണ്, ഈ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളിത് അറിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ മറാക്കിസിനെ കണ്ടുപിടിച്ചത് മർക്കസുകൾ, ഭൂമിയുടെ മറാക്കിസ്, അതായത് ഭൂമിയുടെ കേന്ദ്രസ്ഥാനങ്ങൾ ആര് കണ്ടുപിടിച്ചു? ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഈ പിന്നെ വിവരസാങ്കേതിക വിദ്യയുടെ മാനദണ്ഡങ്ങൾ, അറിവിനുള്ള മാനദണ്ഡങ്ങളായ മറ്റു മാധ്യമങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ഭൂമിയുടെ മറാക്കിസ് കണ്ടുപിടിച്ചത് ആരാണ്? മുസ്ലിം സമുദായങ്ങളാണ്, മുസ്ലിം ആലിമീങ്ങളാണ്. ഞാനടക്കം ഒക്കെ ആ കിതാബുകൾ ഓടിയതാണ്. അവിടെ ഇരിക്കുന്ന ആലിമീങ്ങളൊക്കെ ആ കിതാബ് തശ്ശീറുൽ അഫ്ലാക്ക് അടക്കമുള്ള കിതാബുകൾ ഓടിയതാണ്. അത് കോളേജിൽ പോകുന്നതിനും ഓടുന്ന കിതാബാണ്, നേരത്തെ തന്നെ ഓടുന്നതാണ്. പക്ഷെ പിന്നീട് അവിടെ സാന്ദർഭികമായി പറയാനുള്ളത്, ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ കിതാബുകളെ 8 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പരിഷ്കരിക്കാൻ പിന്നീടുള്ളവർ ശ്രമിച്ചില്ല എന്നുള്ളതുമാണ്. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ട്? വിവരസാങ്കേതിക വിദ്യകൾ എപ്പോഴും പരിഷ്കരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് വലിയ ഗുണമുണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. ഒന്ന്, ചന്ദ്രന്റെ പോക്ക്, വരവ്, ദിശ, ഇതൊക്കെ കൃത്യമാണ്. അങ്ങനെയാണ്. എഞ്ചിനീയർമാർ ഇവിടെ വെള്ളം കാണും എന്ന് പറഞ്ഞിട്ട് കുഴിച്ചിട്ട് അവിടെ വെള്ളം കാണില്ല എന്ന് പറഞ്ഞ ആലിമ്യങ്ങളുണ്ട് ഇഷ്ടം പോലെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 4-ാമത്തെ കോലിൽ അവിടെ അപ്പുറത്തേക്ക് മാറ്റി കുഴിച്ചാൽ 4 കോലിൽ ഇവിടെ വെള്ളം കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൃത്യമായി കണ്ടിട്ടുണ്ട്. ആദ്യം കുറിച്ചെടുത്ത് 24 കോലിൽ വെള്ളം കണ്ടില്ല. അപ്പുറത്തെ ഒരു ആലിമ പറഞ്ഞു അവിടെ 4 കോലിൽ വെള്ളം കാണുന്നു കൃത്യമായിട്ട്. എന്തുകൊണ്ട്? ഭൂമിയുടെ ജോഗ്രഫിക്കൽ കാര്യങ്ങൾ മറ്റാരെക്കാളും പഠിച്ചത് മുസ്ലിം പണ്ഡിതന്മാരാണ്. പക്ഷെ പിന്നീട് അതിനെ പരിഷ്കരിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്.